കഴിഞ്ഞ വീഡിയോ നിർത്തിയത് ബീച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ബീച്ചിൽ ഈ കുടകൾ കണ്ടല്ലോ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് പിന്നെ നമുക്ക് തുടക്കാം. അങ്ങനെ നടന്നു, ദൂരെ ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്, അവിടേക്ക് ഞാൻ നടന്നെത്തി. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നിൽക്കുമായിരുന്നു. അത്യാവശ്യം നീറ്റുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ ബീച്ച് അത്രയും വൃത്തികേടല്ല, കുറച്ച് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു നല്ല കാര്യം. ഈ ഒരു മരം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വേറെ ഏതോ രാജ്യം പോലെ തോന്നി. പിന്നെ താഴോട്ട് നോക്കിയപ്പോൾ മനസ്സിലായി കേരളമാണെന്ന്. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കടലിൻ്റെ ആ തീരത്തോട്ട് പോയി. വെള്ളത്തിൽ ഇറങ്ങണ്ട, ഷൂസൊക്കെ ഇട്ടുകൊണ്ട് പോയി, നനഞ്ഞ് പിന്നെ പാടലേന്ന് വെച്ച് വെള്ളത്തിൽ ഇറങ്ങിയില്ല. കുറച്ച് നേരം തിരയൊക്കെ നോക്കി. തിരയൊക്കെ എണ്ണുക എന്നത് മലയാളികൾ അങ്ങനെയാണല്ലോ. അങ്ങനെ തിരയൊക്കെ നോക്കി തിരയൊക്കെ എണ്ണി നിന്നു. ഫോറിനേഴ്സൊക്കെ ഉണ്ട് അവിടെ, ഇവിടെയൊക്കെ ചെറിയ ആളുണ്ട്. ഞാൻ രാവിലെയാണ് എത്തിയത്, ഒരു 10:30 എന്നിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ തിരമാല ഇങ്ങനെ വരുന്നത് കാണാൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് നല്ല ഭംഗിയുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ മേടിക്കാൻ പോയി. കണ്ടോ, കാറ്റത്ത് പാറുന്ന കാറ്റാടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു കുപ്പി വെള്ളം വെച്ച് കൈയൊക്കെ കഴുകി. ഫോറിനേഴ്സൊക്കെ അവിടെ നിന്ന് ആരടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ തിരിച്ച് ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ട് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലത്തോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ച് കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ആലപ്പുഴ എവിടെ നോക്കിയാലും ഇതുപോലെ നല്ല പച്ചപ്പാണല്ലോ. ഇതൊരു മാടക്കടയാണേ, അവിടെയൊക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.